നമസ്കാരം. ട്രംപിന്റെ മൂക്കിന് താഴെ പലസ്തീൻ അനുകൂല മുസ്ലിം മേയർ വരുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ അമേരിക്കയിലാകെ ഉയരുന്നത്. സൊഹ്റാൻ മംദാനി എന്ന 33-കാരനായ സോഷ്യലിസ്റ്റ് മേയർ സ്ഥാനാർത്ഥിക്കായുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയിലെ പ്രൈമറിയിൽ ഏവരെയും ഞെട്ടിച്ച് ജയിച്ചതോടെയാണ് ഈ ചോദ്യം ഉയരുന്നത്. പ്രസിഡന്റ് ട്രംപ് തന്നെ സൊഹ്റാൻ മംദാനിയെ അധിക്ഷേപിച്ച് രംഗത്ത് വന്നു കഴിഞ്ഞു. മംദാനി 100% കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനാണ് എന്നാണ് ട്രംപിന്റെ ആരോപണം. അവന്റെ ശബ്ദം തന്നെ ശല്യമാണ്, മണ്ടന്മാരെല്ലാം അവനെ പിന്തുണയ്ക്കുന്നു എന്നിങ്ങനെ പോകുന്നു ട്രംപിന്റെ അധിക്ഷേപം. ആരാണ് സൊഹ്റാൻ മംദാനി? എന്തുകൊണ്ട് സൊഹ്റാനെ നേരിടാൻ ട്രംപ് തന്നെ നേരിട്ടിറങ്ങുന്നു? സൊഹ്റാൻ മംദാനി ന്യൂയോർക്ക് മേയർ ആകാനുള്ള സാധ്യത എത്രത്തോളം? ഏതെല്ലാം നിലപാടുകളിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധേയനാകുന്നത്? എന്താണ് സൊഹ്റാന് ഇന്ത്യയുമായുള്ള ബന്ധം, കേരളവുമായുള്ള ബന്ധം? ഇതെല്ലാം വിശദമായി സംസാരിക്കുന്നതാണ് ഈ വീഡിയോ. പ്രശസ്ത ഇൻഡോ അമേരിക്കൻ ചലച്ചിത്രകാരി മീര നായരുടെയും ഇന്ത്യൻ ഉഗാണ്ടൻ വംശജനായ പ്രശസ്ത അക്കാദമിക് വിദഗ്ധനും കമ്മ്യൂണിസ്റ്റ് ചിന്തകനുമായ മഹമൂദ് മംദാനിയുടെയും മകനാണ് സൊഹ്റാൻ മംദാനി. പക്ഷേ ഇതൊന്നുമല്ല ഇന്ന് സൊഹ്റാൻ മംദാനിയുടെ ഐഡന്റിറ്റി. ട്രംപ് ഭരണകൂടത്തിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങളുടെ ഭാഗമായി അമേരിക്കയിലെ നഗരങ്ങളിൽ നടന്ന റെയ്ഡുകൾക്കെതിരെ ലോസ് ഏഞ്ചൽസിലും ന്യൂയോർക്കിലും അതുപോലുള്ള വലിയ നഗരങ്ങളിലും വലിയ പ്രതിഷേധങ്ങളാണ് രൂപപ്പെട്ടത്. തൊഴിലാളി നേതാക്കളും ജനപ്രതിനിധികളും വരെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ന്യൂയോർക്കിൽ ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയത് സ്റ്റേറ്റ് അസംബ്ലി അംഗമായ സൊഹ്റാൻ മംദാനിയായിരുന്നു. ട്രംപ് ഭരണകൂടത്തിന്റെ നടപടികളെ ഫാസിസം എന്ന് തന്നെ അദ്ദേഹം വിളിച്ചു. അമേരിക്കൻ ജനതയുടെ വലിയ ദുസ്വപ്നമാണ് ട്രംപ് എന്ന് പറയാനും സൊഹ്റാൻ മംദാനി മടിച്ചില്ല. പോരാട്ടങ്ങളും പ്രതിഷേധങ്ങളും സൊഹ്റാന് പുത്തരിയല്ല. ടാക്സി ഡ്രൈവർമാരുടെ അവകാശങ്ങൾക്കായി 15 ദിവസത്തെ നിരാഹാര സമരം നടത്തിയിരുന്നു അദ്ദേഹം. ഗാസയിലെ വെടിനിർത്തലിന് വേണ്ടിയുള്ള നിരാഹാര സമരവും നടത്തി. അടിസ്ഥാന ജനവിഭാഗത്തിനും കുടിയേറ്റക്കാർക്കും വേണ്ടി ഭരണ നേതൃത്വങ്ങളെ സൊഹ്റാൻ നിരന്തരം ചോദ്യം ചെയ്തു. സമരങ്ങളിലൂടെ ഉയർന്നു വന്ന ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് നേതാവ് എന്ന വിശേഷണമാണ് ഇന്ന് സൊഹ്റാൻ മംദാനിക്ക് ന്യൂയോർക്കിലുള്ളത്. ഈ നിലപാടുകളുടെ കരുത്തുകൊണ്ട് തന്നെയാണ് മുൻനിര ഡെമോക്രാറ്റിക് നേതാവായ ആൻഡ്രൂ ക്യൂമയെ മറികടന്ന് പാർട്ടിയുടെ മേയർ സ്ഥാനാർത്ഥിയായി സൊഹ്റാൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വലിയ ഭൂരിപക്ഷമുള്ള നഗരമാണ് ന്യൂയോർക്ക്. അതുകൊണ്ട് തന്നെ സൊഹ്റാൻ മംദാനി നവംബർ 4 നടക്കുന്ന മേയർ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും വിജയിക്കുമെന്നാണ് വിലയിരുത്തൽ. നിലവിലെ മേയറായ എറിക് ആഡംസും റിപ്പബ്ലിക്കൻ നേതാവ് കാറ്റിസ് സ്ലീവയുമാണ് എതിരാളികൾ. വിജയിച്ചാൽ ന്യൂയോർക്ക് നഗരത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം കുടിയേറ്റ മേയറായിരിക്കും സൊഹ്റാൻ മംദാനി. ഇസ്രയേൽ പലസ്തീനിൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് ഉറക്കെ പറഞ്ഞയാളാണ് സൊഹ്റാൻ. ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച നേതാവാണ്. കോർപ്പറേറ്റുകൾ ന്യൂയോർക്കിലെ സാധാരണക്കാരുടെ അവകാശങ്ങൾ തട്ടിയെടുക്കുന്നുവെന്ന നിലപാടുകാരനുമാണ് സൊഹ്റാൻ മംദാനി. അങ്ങനെയുള്ള ഇടത് സോഷ്യലിസ്റ്റ് ന്യൂയോർക്ക് പോലൊരു വലിയ നഗരത്തിന്റെ മേയർ ആകാൻ പോകുന്നത് പലരെയും അസ്വസ്ഥരാക്കുന്നു എന്നതാണ് സത്യം. സൊഹ്റാന്റെ നിലപാടുകളുടെ കാർക്കശ്യത്തിന്റെ ചൂടേറ്റുവാങ്ങിയവരിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമുണ്ട്. മോദിയെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായാണ് സൊഹ്റാൻ താരതമ്യം ചെയ്തത്. മോദിയുമായി ഒരു വാർത്താ സമ്മേളനം നടത്താമോ എന്നതായിരുന്നു ചോദ്യം. ഇല്ലെന്നായിരുന്നു സൊഹ്റാന്റെ മറുപടി. മോദി ഗുജറാത്തിൽ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. ഈ കാഴ്ചപ്പാട് തന്നെയാണ് തനിക്ക് നെതന്യാഹുവിനോടും ഉള്ളതെന്നും സൊഹ്റാൻ മംദാനി തുറന്നു പറഞ്ഞു. സൊഹ്റാന്റെ പിതാവ് മഹമൂദ് മംദാനി ഗുജറാത്തിൽ നിന്നുള്ളയാളാണ്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം മോദിക്കെതിരെ ആഞ്ഞടിച്ചത്. ഈ പരാമർശത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള വിമർശനം സൊഹ്റാനെതിരെ ഉയർന്നു വന്നു. പക്ഷേ അദ്ദേഹത്തിന് കുലുക്കമുണ്ടായിരുന്നില്ല, ഖേദം പ്രകടിപ്പിച്ചുമില്ല. നെതന്യാഹുവിന്റെ പലസ്തീൻ വിരുദ്ധ നടപടികളുടെ കടുത്ത വിമർശകനാണ് സൊഹ്റാൻ മംദാനി. ഇസ്രയേലിന്റെ വംശഹത്യക്കെതിരെ ആവർത്തിച്ച് നിലപാട് വ്യക്തമാക്കാറുണ്ട് സൊഹ്റാൻ. ഇത് ന്യൂയോർക്കിലെ ജൂത വിഭാഗത്തിന്റെ വലിയ എതിർപ്പ് വിളിച്ചു വരുത്തിയെങ്കിലും സൊഹ്റാൻ നിലപാട് മാറ്റിയിട്ടില്ല. ഇസ്രയേലികളെ ഇഷ്ടമാണെന്നും ഇസ്രയേൽ ഭരണകൂടത്തിന്റെ തെറ്റായ നടപടികളെയാണ് വിമർശിക്കുന്നത് എന്നുമായിരുന്നു സൊഹ്റാൻ അതിന് മറുപടി നൽകിയത്. ഒരു റാപ്പ് സംഗീതജ്ഞൻ കൂടിയാണ് സൊഹ്റാൻ. 2017 മിസ്റ്റർ കാർഡമൺ എന്ന പേരിൽ റാപ്പ് ട്രാക്ക് പുറത്തിറക്കിയിരുന്നു. ന്യൂയോർക്കിൽ മുസ്ലിമായി ജീവിച്ച അനുഭവം വിവരിക്കുന്ന സലാം എന്ന ഗാനത്തിലൂടെ ഹമാസിന് ധനസഹായം നൽകുന്നവരെ പിന്തുണച്ചു എന്നുള്ള വിവാദവും സൊഹ്റാനെതിരെ ഉണ്ടായി. പക്ഷെ വിവാദങ്ങളെല്ലാം സൊഹ്റാനെ ശക്തിപ്പെടുത്തിയിട്ടേ ഉള്ളൂ. സ്വതസിദ്ധമായ ചിരിയോടെ വിമർശനങ്ങളെ നേരിട്ടു. കരുത്തുറ്റ വാക്കുകളിൽ മറുപടി നൽകി ജനശ്രദ്ധ നേടുകയായിരുന്നു സൊഹ്റാൻ. അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ സൊഹ്റാൻ മത്സരിച്ചത്.
സ്റ്റേറ്റ് അസംബ്ലി അംഗമെന്ന നിലയിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ആ രീതിയിൽ തന്നെ ഉള്ളതായിരുന്നു. എ സിറ്റി വി ക്യാൻ അഫോർഡ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ സൊഹ്റാൻ ജയിച്ചു കയറിയത്. സൗജന്യ പൊതുഗതാഗതം, വാടക വർധനവിൽ നിയന്ത്രണം, 6 ആഴ്ച മുതൽ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യ പരിചരണം, ഭക്ഷ്യലഭ്യത ഉറപ്പാക്കാൻ നഗര ഭരണകൂടം തന്നെ നടത്തുന്ന മൊത്തവിലയിൽ ഭക്ഷണം വിൽക്കുന്ന ഗ്രോസറി സ്റ്റോറുകൾ സ്ഥാപിക്കും, പാവപ്പെട്ടവർക്കായി വീടുകൾ വെച്ച് നൽകും, അടിസ്ഥാന വേതന മണിക്കൂറിൽ $30 ആക്കും, കോടീശ്വരന്മാർക്കുള്ള നികുതി ഉയർത്തും, കുടിയേറ്റ LGBTQ+ അനുകൂല സൗഹൃദ നഗരം സൃഷ്ടിക്കും, വിദ്വേഷ കുറ്റകൃത്യങ്ങൾക്കെതിരെ നിയമം കർശനമാക്കും, ഇതിനായുള്ള ഫണ്ടിംഗ് 800% കൂട്ടും. ഇതെല്ലാമാണ് സൊഹ്റാൻ മംദാനി ന്യൂയോർക്ക് നഗരവാസികൾക്ക് മുന്നിലേക്ക് വെക്കുന്ന വാഗ്ദാനങ്ങൾ. അടിസ്ഥാന ജനവിഭാഗത്തിന് വേണ്ടിയുള്ള സൊഹ്റാന്റെ നയങ്ങളെ രൂക്ഷമായി വിമർശിച്ച് ന്യൂയോർക്ക് ടൈംസ് പത്രം തന്നെ രംഗത്ത് വന്നു. സൊഹ്റാൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ ന്യൂയോർക്ക് സംസ്ഥാനം വിടാൻ സമ്പന്നർ ആലോചിക്കുന്നുവെന്നാണ് ന്യൂയോർക്ക് ടൈംസ് എഴുതിയത്. സൊഹ്റാൻ മംദാനിയുടെ മറ്റൊരു പ്രത്യേകത, വോട്ടിന് വേണ്ടിയോ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ഇഷ്ടം നേടാനോ ഒരിക്കലും തന്റെ ഇന്ത്യൻ അസ്തിത്വത്തെ അദ്ദേഹം തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഹിന്ദി ഭാഷ അദ്ദേഹം തിരഞ്ഞെടുത്തതും വലിയ വാർത്തയായിരുന്നു. ഉറുദു ഭാഷയിലും സൊഹ്റാൻ ജനങ്ങളുമായി സംവദിച്ചു. പ്രൈമറിയിൽ 43.5% വോട്ടുകൾ നേടിയാണ് മുൻ മേയറായ ക്യൂമോയെ സൊഹ്റാൻ തറപറ്റിച്ചത്. ഇടത് അനുകൂല നിലപാടുള്ള യുവജനങ്ങളുടെ വോട്ടുകളാണ് വിജയത്തിൽ നിർണായകമായത് എന്നാണ് വിലയിരുത്തൽ. 50 വയസ്സിന് താഴെയുള്ള 61% പേരും 57% വെള്ളക്കാരും 58% കോളേജ് വിദ്യാർത്ഥികളും സൊഹ്റാനെ പിന്തുണച്ചു. 50,000-ലധികം വരുന്ന സന്നദ്ധ പ്രവർത്തകരും $8 മില്യൺ ചെറുകിട സംഭാവനകളുമാണ് അദ്ദേഹത്തിന്റെ ശക്തമായ ക്യാമ്പയിന് കാരണമായത്. ബേണി സാൻഡേഴ്സിനെ പോലുള്ള മുതിർന്ന നേതാക്കളുടെ, അതായത് അഴിമതിയുടെ കറ പുരളാത്ത നേതാക്കളുടെ പിന്തുണയും സൊഹ്റാന് നേട്ടമായി. സൊഹ്റാൻ മംദാനി ജനിച്ചത് ഉഗാണ്ടയിലെ കമ്പാലയിലാണ്. 7 വയസ്സുവരെ ജീവിച്ചത് ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ടൗണിലാണ്. പിന്നീട് പഠിച്ചതും വളർന്നതും ന്യൂയോർക്കിൽ. വിവാഹം കഴിച്ചിരിക്കുന്നത് സിറിയൻ ആർട്ടിസ്റ്റായ രാമാദു വാജിയാണ്. ഇങ്ങനെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ കൂടിയാണ് സൊഹ്റാൻ എന്ന ഇടതുപക്ഷക്കാരനെ രൂപപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ സൊഹ്റാൻ നിലപാടുകളിൽ ഉറച്ചു നിന്നാണ് പോരാടുന്നതും മുന്നോട്ട് പോകുന്നതും. ആ നിലപാടുകൾ തന്നെയാണ് ട്രംപിനെ പോലെയുള്ളവരെ വിളറി പിടിപ്പിക്കുന്നതും. അവസാനമായി കേരളവുമായി സൊഹ്റാൻ മംദാനിക്കുള്ള ബന്ധത്തെക്കുറിച്ച് പറയാം. അതൊരു സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ ബന്ധമാണ്. 2020 ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി 21-ാം വയസ്സിൽ ആര്യ രാജേന്ദ്രൻ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ സൊഹ്റാൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇങ്ങനെ ഒരു മേയർ ന്യൂയോർക്കിന് വേണ്ടേ എന്നതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരത്തോട് അടുക്കുകയാണ് ന്യൂയോർക്കിലെ ജനങ്ങൾ. കരുത്തുറ്റ മനുഷ്യപക്ഷ നിലപാടുമായി സൊഹ്റാൻ മംദാനി ന്യൂയോർക്കിലും പിന്നാലെ അമേരിക്കയിലും മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ അപ്ഡേറ്റുകൾക്കായി കമൻറ്റ് ബോക്സിലെ വാട്സപ്പ് ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.